ഹലോ ഗൈസ്, ഈ വീഡിയോ എൻ്റെ ഹോസ്പിറ്റലിലെ ലാസ്റ്റ് കുറച്ച് ഡേയ്സ് ആണ്. അതായത് എൻ്റെ ഡെലിവറി ഡേറ്റിന് തൊട്ട് മുന്നത്തെ ദിവസം മുതലുള്ളത്. രാവിലെ ഞാൻ ഉറക്കം എണീച്ച് പല്ല് തേച്ച് വന്നപ്പോഴേക്കും അപ്പവും മസാലക്കറിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നമുക്ക് ഡോക്ടറെ കാണാൻ പോകണം. ഡോക്ടേഴ്സ് റൗണ്ട്സ് നടക്കുന്ന ലേബർ റൂമിന് തൊട്ടടുത്തുള്ള വാർഡിലാണ്. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. കുറച്ച് ദിവസമായി ഇത്രയും നല്ല മഴ പെയ്തിട്ട്. ഈ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിട്ട് ഇന്ന് 9 ദിവസമായി. പക്ഷേ ഹോസ്പിറ്റലാണെന്നുള്ളൊരു ഫീലേ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്ത് കിട്ടുമ്പോൾ മാത്രമാണ് ഇത് ഹോസ്പിറ്റലാണ്, ഞാൻ അഡ്മിറ്റ് ആണ് എന്നൊക്കെ ഓർമ്മ വരുന്നത്. എനിക്ക് അവിടെ ഒരു സ്റ്റേക്കേഷൻ മൂഡായിരുന്നു. പിന്നെ സാധാരണ ഹോസ്പിറ്റലിലുള്ള മണമോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഞങ്ങളുടെ അടുത്ത് സൂപ്പർ ഡ്യൂലക്സിൻ്റെ ഒരു പേവാർഡായിരുന്നേ. അതിൽ ഒരു റൂമും ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും വാഷ് ബേസൊക്കെ ചേർന്നിട്ടൊരു ഏരിയ, പിന്നെ ഒരു ബാത്റൂം, പിന്നെ ഒരു കുട്ടി ബാൽക്കണിയും കൂടി ചേർന്നതായിരുന്നു ഈ പേവാർഡ്. ഇവിടെ എൻ്റെ ഒപ്പം 2 ബൈസ്റ്റാൻഡേഴ്സിന് നിൽക്കാം. അതുകൊണ്ട് എൻ്റെ അമ്മയും വിഷ്ണുവാണ് എൻ്റെ ഒപ്പം നിന്നിരുന്നത്. ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ റെഡിയായി ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ കണ്ടു. ഇന്ന് എൻ്റെ 2ാമത്തെ PV ആയിരുന്നു, അതും കഴിഞ്ഞു. ഞാൻ വിചാരിച്ച അത്രയും പെയിൻഫുള്ളൊന്നും അല്ലായിരുന്നു PV. ഇന്ന് 6 മണി മുതൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നടക്കാൻ ഇറങ്ങിയതാ ഞങ്ങള്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഗുരുവായൂരപ്പൻ്റെ. ഇതെല്ലാം ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാട്ടോ. രാവിലെയും വൈകുന്നേരവും അമ്പലം തുറക്കും. ഒരു പൂജാരി ഉണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ ഈ വഴി പോകുന്ന എല്ലാവരും ഇവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്. ഞാനിവിടെ അഡ്മിറ്റ് ആയ ശേഷം എൻ്റെ അമ്മയെ എന്നും ഇവിടെ വരാറുണ്ട്. അങ്ങനെ രാവിലത്തെ നടത്തമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി കാലിനൊക്കെ ഒരു ചെറിയ മസാജൊക്കെ ചെയ്ത് തന്നായിരുന്നേ. അതിൻ്റെ ഒപ്പം തന്നെ കാലിൽ കിടന്ന മിഞ്ചിയും ഊരി വെച്ചു. കാരണം ഇന്നെന്തായാലും ഇതെല്ലാം അഴിച്ചു വെക്കണ്ടേ. അപ്പോൾ മസാജ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അതും അങ്ങ് അഴിച്ചെടുത്തു. ഇന്ന് രാവിലെ മുതൽ ഞാൻ ആകെ ടെൻഷനിലാണ്. എന്നെ കാണാൻ വന്നവരൊക്കെ ചോദിച്ചു, നാളത്തെ ഡെലിവറീൻ്റെ ടെൻഷനായിരിക്കും, നാളത്തെ കാര്യത്തിൻ്റെ ടെൻഷനായിരിക്കുന്നു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. എൻ്റെ വിഷ്ണുവിൻ്റെ ലീവ് കഴിയാനായി. ഇനി വേറെ 2 ദിവസം കൂടിയേ ഉള്ളൂ. അതാലോചിച്ചായിരുന്നു എൻ്റെ ടെൻഷൻ മുഴുവൻ. ഞങ്ങൾക്ക് ഇന്നൊരു കൊറിയർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇന്ന് 8 ദിവസമായി. ഇത് രണ്ടും ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. ഒന്ന് വിഷ്ണുവിന് ഒരു ഹെഡ്സെറ്റ് ആയിരുന്നു. പഴയ ഇരുന്നതിൻ്റെ സെയിം മോഡൽ തന്നെ കളർ ചേഞ്ചാണ് മേടിച്ചത്. കയ്യിലിരുന്ന ഹെഡ്സെറ്റ് താഴെ വീണിട്ട് ഇപ്പോൾ അതിൽ ചാർജ് ഒന്നും നിൽക്കണില്ല. കുറച്ച് നാളായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുമായിരുന്നു. 2ാമത്തെ കൊറിയർ ഒരു കെറ്റിലായിരുന്നു. എൻ്റെ ഒരു കെറ്റിലുണ്ടായിരുന്നു മുന്നേ. അതെൻ്റെ അനിയത്തി എടുത്ത് നശിപ്പിച്ച് കയ്യിൽ തന്നു. ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ വീണ്ടും മേടിക്കേണ്ടി വന്നു. ഇനി ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പേവാർഡിന് ഏകെ ഉണ്ടായിരുന്ന ഒരു പോരായ്മ അതായിരുന്നു, ചൂടുവെള്ളം കിട്ടില്ല. പക്ഷേ നമുക്ക് കെറ്റിൽ യൂസ് ചെയ്യാം. ഇത് PGൻ്റെ 1.5 ലിറ്റർ കെറ്റിലാണേ, ബ്ലൂ കളർ. ഞങ്ങളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇത് മേടിച്ച് വെച്ചതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയി എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് അവിടെ ഡെലിവറിക്ക് ശേഷം ഒത്തിരി യൂസായ ഒരു സാധനമാണ് ഈ കെറ്റിൽ. ഒരുപാട് കാര്യത്തിന് ചൂടുവെള്ളം ആവശ്യമുണ്ടായിരുന്നു. വിഷ്ണു ഇന്നലെ പുറത്തു പോയി വന്നപ്പോൾ പൈനാപ്പിൾ വാങ്ങിയായിരുന്നേ. അതിങ്ങനെ റൂമിൽ നല്ല മണമൊക്കെ ആക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് കട്ട് ചെയ്ത് കഴിക്കാം. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പൈനാപ്പിൾ എനിക്ക് അധികം തന്നിട്ടില്ല. അധികം എന്നല്ല, തന്നിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ പൈനാപ്പിൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും തന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന ശേഷമാണ് ഞാൻ പൈനാപ്പിൾ കഴിക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഏതായാലും സമയമായല്ലോ, അപ്പോൾ ഇനി കഴിക്കാം എന്നായി. അമ്മയും വിഷ്ണുവും പൈനാപ്പിൾ ഉപ്പിട്ടാണ് കഴിച്ചത്. പക്ഷെ ഞാൻ ഉപ്പിടാതെ, എനിക്ക് ഉപ്പിടാതെ കഴിക്കുന്ന ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നേ. ഉച്ചയ്ക്ക് ഭക്ഷണം എന്നും ഞങ്ങൾക്ക് വീട്ടിൽ നിന്നായിരിക്കും. ഇന്ന് എൻ്റെ അമ്മയുടെ മാമൻ്റെ വീട്ടിൽ നിന്നാണേ. ചുച്ചിയാണ് ഞങ്ങൾക്ക് മിക്ക ദിവസവും ഉച്ചഭക്ഷണം കൊണ്ടുവരാറ്. സുശീല എന്നാ പേര്. ഞങ്ങൾ സ്നേഹത്തോടെ ചുച്ചിന്ന് വിളിക്കും. ചുച്ചി ഫുഡ് കൊണ്ടുവരുമ്പോൾ ഒരു 7-8 കറി ഉണ്ടാവും അതിൽ. എന്നിട്ട് പറയും കറിയൊന്നുമില്ല എന്ന്. പക്ഷേ നല്ല ടേസ്റ്റുള്ള കറികളായിരിക്കുമേ. ചുച്ചി കണ്ണൂരുകാരെ ആയതുകൊണ്ട് എൻ്റെ വിഷ്ണുവിനും ആ കറികളൊക്കെ ഏകദേശം ഓക്കെ. ഞങ്ങൾ 2 കൂടി നാളത്തേക്കുള്ള കൺസെന്റ് സൈൻ ചെയ്യാൻ പോവാണ്. കൺസെന്റ് ഒക്കെ വായിച്ചപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനുള്ള മൂടങ്ങ് പോയി. അത് വായിച്ച് വിഷ്ണു ആകെ പേടിച്ചു. ഇത് ഞങ്ങളുടെ വാർഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ്. അവിടെയാണ് ഞങ്ങൾ വൈകുന്നേരം നടക്കാറ്.
നടത്തമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് വാടി പോകാൻ ഏകദേശം സമയമായി തുടങ്ങി. 5:30 ആകുമ്പോഴേക്കും കുളിച്ച് റെഡിയായി നാളത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി താഴെ ചെല്ലാനാണ് സിസ്റ്റർ പറഞ്ഞത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് എൻ്റെ ഭർത്താവ് ഫ്രൈഡ് റൈസ് മേടിച്ചു വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് മാത്രമല്ല അൽഫാമും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൊതി പറഞ്ഞായിരുന്നു. അപ്പോൾ ഡെലിവറിക്ക് മുന്നേ ആയിട്ട് അതങ്ങ് സാധിച്ചു തന്നതാണ് എൻ്റെ ഭർത്താവ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞേക്കണ ഇന്നത്തെ ദിവസം വളരെ ലിമിറ്റഡ് ഫുഡ് കഴിക്കാനാണ്. രാത്രിക്ക് കഞ്ഞി കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ. ഞാൻ ആ സമയത്തിന് മുന്നേ വരെ നല്ലപോലെ കഴിച്ചിട്ട് അവസാനം കഞ്ഞിയും കുടിച്ച് പോയി. വാർഡിലേക്ക് പോകാനുള്ള ടൈം ആവും തോറും എൻ്റെ സങ്കടം കൂടിക്കൂടി വന്നു. ഞാനൊരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ്. ഇപ്പോൾ അച്ഛനോന് വാർഡിൽ നിൽക്കാൻ പറ്റില്ലല്ലോ, അമ്മയാണ് ഒപ്പം നിൽക്കുക. ലേബർ റൂമിൽ കയറുമ്പോൾ ഓർണമെന്റ്സ് ഒന്നും ഇടാൻ പാടില്ലല്ലോ, അപ്പോൾ ഓരോന്നായിട്ട് അഴിച്ചെടുക്കുകയാണ്. എൻ്റെ ചെവിക്ക് വരെ വണ്ണം കൂടി. ഒരു ചെവിയിലെ ആണി ഉള്ളിലായിപ്പോയി. ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു ഇങ്ങനെ ആണി ഉള്ളിലേക്ക് കയറുന്നതായിട്ടൊക്കെ. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് പുറത്ത് വരും. ഏതായാലും അതും ഊരിയെടുത്തു. അങ്ങനെ റെഡിയായി ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വാർഡിലെത്തി. ലേബർ റൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് വാർഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെയാണ് നിൽക്കുക. കാരണം രാത്രിയൊക്കെ ടാബ്ലറ്റ് തരാനുണ്ട്. ഇനി പെട്ടെന്ന് കൺട്രാക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പേവാടിയിൽ നിന്ന് ഇങ്ങ് വരാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ട് വാർഡിലായിരിക്കും നിർത്തിയേക്കുക. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. രാവിലെ 6 മണിയാകുമ്പോഴേക്കും എന്നെ ഉള്ളിൽ കയറ്റി. ഞാൻ ലേബർ റൂമിൽ കയറുമ്പോൾ പുറത്ത് അമ്മയും വിഷ്ണുവും ഉണ്ടായിരുന്നേ. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് എന്നെ കുത്തുന്നത്, എൻ്റെ ബ്ലഡ് എടുക്കുന്നതൊക്കെ. അതുകൊണ്ട് ഞാൻ അത്രയും പ്രാർത്ഥിച്ചാണ് കയറിയത്, ഈശ്വര സിസേറിയൻ ഒന്നും ആവരുതേ. പക്ഷേ 12:45 എന്നെ OTയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, സിസേറിയൻ ചെയ്തു. 12:55 എൻ്റെ മോൻ ജനിച്ചു. പുറത്ത് എന്നെയും വാവേനെയും വെയിറ്റ് ചെയ്ത് എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ നിന്നും എൻ്റെ അച്ഛൻ്റെ ഫാമിലി, എൻ്റെ വിഷ്ണുവിൻ്റെ ഫാമിലി, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ ലേബർ റൂമിൽ നിന്ന് OTയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ആകെ വിഷമമായി കേട്ടോ. ഞാനും ആകെ കരഞ്ഞ് ബഹളം വെച്ചിട്ടാണ് പോയത്. എനിക്ക് ലേബർ റൂമിലും OTയിലും ഏക ഉണ്ടായിരുന്ന സമാധാനം എനിക്ക് അറിയാവുന്ന സിസ്റ്റർമാരായിരുന്നു. ഞാൻ പണ്ട് നഴ്സിംഗ് പഠിക്കുമ്പോൾ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നൊരു സിസ്റ്ററായിരുന്നു എനിക്ക് ലേബർ റൂമിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് OTയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ 1000 കാര്യങ്ങളാണ് കടന്നുപോയത്. OTയിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് ഞാൻ എൻ്റെ ഡോക്ടറെയും, രണ്ടാമത് നെടുമങ്ങാട് ഹോസ്പിറ്റലിലെ OTയിലുണ്ടായിരുന്ന ബ്രദർ. ഇവരെ രണ്ടാളെയും കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓക്കെ ആയത്. 101% കോൺഫിഡൻസ് ആയി അപ്പോൾ എനിക്ക്. അമ്മ ഇവിടെ വന്നോട്ടെ. അമ്മ വന്നിട്ടാണ് വരുന്നില്ലേ? 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ OTന്ന് പോസ്റ്റ് സ്റ്റോപ്പിലേക്ക് മാറ്റി. അതിനുള്ളിൽ കയറി എന്നെയോ കുഞ്ഞിനെ ഒന്നും ആർക്കും കാണാൻ പറ്റില്ല. അമ്മയാണ് എൻ്റെ ഒപ്പം നിന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് എന്നെ വാർഡിലേക്ക് കൊണ്ടുവന്നു. ഇന്നലത്തെ ദിവസം ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഫുൾ IV ഫ്ലൂയിഡ്സ് മാത്രമായിരുന്നു. അപ്പോൾ റൂമിലെത്തിയ പാടെ എനിക്ക് കഞ്ഞിയാണ് തന്നത്. ഇത് C-സെക്ഷൻ കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ നടത്തയാണ്. C-സെക്ഷൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് നടത്ത ഇന്ന് പോസ്റ്റ് സ്റ്റോപ്പ് വാർഡിൽ വെച്ചായിരുന്നു. അത് അവർ കണ്ടാൽ മാത്രമേ എന്നെ വാർഡിലേക്ക് വിടുള്ളൂ. വിഷ്ണുവിനെ കാണാനുള്ള തിടുക്കത്തിൽ ഞാൻ അതങ്ങ് നടന്നു. C-സെക്ഷൻ കഴിഞ്ഞ് ഒരു 7 മണിക്കൂർ ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. C-സെക്ഷൻ കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടിയിട്ടില്ലാത്ത എന്നാൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു വേദന. ഇനി എപ്പോഴെങ്കിലും സന്ദർഭം കിട്ടിയാൽ പറയാം. പോസ്റ്റ് സ്റ്റോപ്പിൽ കിടന്നപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് റൂം എത്തിയാൽ മതി എന്നായിരുന്നു. കാരണം വിഷ്ണുവിന് ഇന്ന് വൈകുന്നേരമായിരുന്നു റിട്ടേൺ ടിക്കറ്റ്.
പക്ഷേ റൂമിലേക്ക് എത്തണേന് കുറച്ച് മുന്നേ എനിക്ക് ആ സന്തോഷ വാർത്ത കിട്ടി. വിഷ്ണുവിന് 3-4 ദിവസത്തേക്കൂടെ എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് ലീവ്. ടിക്കറ്റ് വീണ്ടും നമ്മൾ എടുക്കണം, എന്നാലും കുഴപ്പമില്ല, സമാധാനമായി. എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു, എൻ്റെ കാര്യമെല്ലാം നന്നായിട്ട് നോക്കുമെന്ന്. പക്ഷേ ഇതുവരെ ഒരു കുഞ്ഞിനെ കൈകൊണ്ട് എടുക്കാത്ത വിഷ്ണു സ്വന്തം കുഞ്ഞിനെ ഇത്രയും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഡേ 1 മുതൽ പോണതിന് തൊട്ട് മുന്നേ വരെയും ഞങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിനും ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ കാര്യം നോക്കാനും അവിടെ വേറെ ഒരാളുടെ ആവശ്യവും വന്നിട്ടുണ്ടായില്ല. അങ്ങനെ എത്ര പെട്ടെന്ന് ആ 4 ദിവസവും കഴിഞ്ഞു. 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക്സ് കഴിഞ്ഞു. 6ാമത്തെ ദിവസം ഡിസ്ചാർജുമായി. കുറച്ചധികം ദിവസം ഹോസ്പിറ്റലിൽ നിന്നതുകൊണ്ട് ഹോസ്പിറ്റലിനോടും ആ റൂമിനോടൊക്കെ ഒരു അറ്റാച്ച്മെന്റ് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടാളുടെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് എക്സ്പീരിയൻസിന്റെ കുറവ് കാരണം ചെറുതായിട്ടൊന്ന് പാളി. അവന്റെ എല്ലാ സാധനവും പെട്ടിയിലാക്കി കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് ശേഷമാണ് ഓർമ്മിച്ചത്. എക്സ്ട്രാ പെയർ ഡ്രസ്സോ ടവലോ ഒന്നും കയ്യിലെടുത്തില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് കാറിൽ കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഹോം കമ്മിങ് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഹോസ്പിറ്റലിൽ നിന്ന് വീട് വരെയുള്ള യാത്ര ഒട്ടും സുഖകരമല്ലാത്തതുകൊണ്ട് ആകെ അവശനിലയായി ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.